യുദ്ധത്തിന്റെ കെടുതി എങ്ങനെയാണ് ഈ സ്വർണത്തിന്റെ വില വർദ്ധിപ്പിക്കാൻ കാരണമായത്? അതായത് 500% എന്താണ് താരിഫാണ് ചൈനയുടെ മേൽ ചുമത്തിയത്. പല രാജ്യങ്ങളുടെ മേലും പല റേഞ്ചില് വളരെ താരിഫ് ചുമത്തുന്നു. അതായത് ഇറക്കുമതി തീരുവ, അമേരിക്കയിലുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നു. നമുക്കറിയാം, ഇന്ത്യയിലെ 25% തീരുവയായിരുന്നു വെച്ചിരുന്നത്. അത് ഓഗസ്റ്റ് 7 ആയപ്പോൾ 27-നാണ് 50% തീരുവ. അതായത് 25%ന്റെ 100% എന്ന് വെച്ചാൽ വേറൊരു 25%, അങ്ങനെ 50% തീരുവ എന്ന രീതിയിൽ ഈ തീരുവ യുദ്ധം ട്രംപ് തുടങ്ങി വെച്ചു. അത് പല തട്ടിലായിട്ട് തുടരുകയും ചെയ്തു. അങ്ങനെ തുടർന്നപ്പോഴേക്കും എന്താണ് സംഭവിക്കുക? ഇപ്പൊ ആഗോള തലത്തിൽ തന്നെ എല്ലാ കറൻസീസും അനിശ്ചിതത്വത്തിലേക്ക് മാറുന്നു. ആഗോള വ്യാപാരം തന്നെ അനിശ്ചിതത്വത്തിലേക്ക് മാറുന്നു. പല രാജ്യങ്ങളുടെയും ട്രേഡ് ഡെഫിസിറ്റ് വർദ്ധിക്കുന്നു. പിന്നെ അതിനോട് ഇടകൊണ്ട് 2025 ട്രംപ് ഭരണത്തിൽ വരുമ്പോൾ തന്നെ അതായത് ജെറോം പവലിനോട്, അതായത് ഫെഡറൽ റിസർവിന്റെ, അമേരിക്കൻ റിസർവ് ബാങ്കായ ഫെഡറൽ റിസർവിന്റെ ചെയർമാനോട് വലിയ തോതില് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കണം, ഫെഡറൽ റിസർവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കണം എന്ന ആഹ്വാനം നടത്തുന്നു. അദ്ദേഹം അത് നിരാകരിക്കുന്നു. പക്ഷെ അവസാനം അദ്ദേഹം ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുന്നു, അതായത് ഒരു ഹൈ ലെവൽ കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ തീരുമാനത്തിന് വിട്ടു ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കല്.